ലോക പുസ്തക ദിനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിപാടികൾ ഈ അടുത്തിടെ നടന്നു. അപ്പോൾ അഴീക്കൽ സ്കൂളിൽ ഒരു പരിപാടി നടന്നിരുന്നല്ലോ അല്ലേ? ലോക പുസ്തക ദിനത്തിൽ അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഈ വർഷവും പുതുമയേറിയ ധാരാളം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വീട്ടകങ്ങളിലെ വായനക്കൂട്ടം എന്ന പദ്ധതിയുടെ ഭാഗമായി സ്വതന്ത്ര വായനയ്ക്ക് അവസരം ഒരുക്കുന്ന പുസ്തകച്ചില്ലയ്ക്കും ആരംഭമായി. ലോക പുസ്തക ദിനത്തിൽ അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഈ വർഷവും പുതുമയേറിയ ധാരാളം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വീട്ടകങ്ങളിലെ വായനക്കൂട്ടം എന്ന പദ്ധതിയുടെ ഭാഗമായി സ്വതന്ത്ര വായനയ്ക്ക് അവസരം ഒരുക്കുന്ന പുസ്തകച്ചില്ലയ്ക്കും ആരംഭമായി. ഓരോ വർഷവും നൂതന പദ്ധതികൾ എന്ന നിലയിൽ നമ്മൾ ഈ വർഷം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വതന്ത്ര വായനയിടം. അതായത് കുട്ടികൾ ഏത് സമയത്തും പഠനം നടക്കുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും അതെല്ലാം കഴിഞ്ഞ് അവർക്ക് ഒരിച്ചിരി റെസ്റ്റ് കിട്ടുമ്പോഴും അവർക്ക് ഇവിടെ വന്ന് കുറച്ചു നേരം വായിക്കാനുള്ളൊരു സ്വതന്ത്രമായിട്ട് ആരെങ്കിലും പുസ്തകം എടുത്തു കൊടുക്കാതെ അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം നേരിൽ കണ്ടെടുത്ത് ഇവിടെ ഇരുന്ന് തന്നെ വായിക്കാനും, ഇത് കൂടാതെ ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും, രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആർക്ക് വന്നാലും ഈ സ്വതന്ത്ര വായനയിടത്തിൽ ആഗ്രഹിക്കുന്ന പുസ്തകം എടുത്ത് 5-10 മിനിറ്റ് ഇവിടെ ഇരുന്ന് വായിക്കാനും ഒക്കെ ഉള്ള അവർക്ക് അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഈ വർഷം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ മാറുന്ന ഈ കാലഘട്ടത്തിൽ ഈ അഴീക്കൽ ഗവൺമെൻറ് എച്ച് വിവിധങ്ങളായ ഈ വെക്കേഷൻ സമയത്ത് ഓരോ പദ്ധതികളും നടപ്പിലാക്കി വന്നതിൻ്റെ അവസാന ഘട്ടം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ഈ വായനയ്ക്കുള്ള ഇങ്ങനൊരു ഇടം തയ്യാറാക്കുന്നത്. അത് നമ്മൾ ഈ സ്കൂളിൽ ഇപ്പോൾ എത്തിച്ചേർന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2 കുഞ്ഞുങ്ങളെ കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ബാലസാഹിത്യകാരൻ കൂടിയായ മനോജ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം സംവിധാനങ്ങൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ വായനയിലേക്ക് താല്പര്യപൂർവ്വം കൊണ്ടുവരിക, കുഞ്ഞുങ്ങളുടെ വായനയിൽ കുടുംബാംഗങ്ങളെയും കൂടെ ഉൾക്കൊള്ളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വ്യത്യസ്തമായ പല പരിപാടികളോടെയാണ് ഇന്ന് ഈ പുസ്തകദിനം നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ വീട്ടകങ്ങളിലെ വായനക്കൂട്ടം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. കാരണം സാറ് പറഞ്ഞു, ഇന്നിപ്പം നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമ്മുടെ കൗമാരങ്ങളും യുവത്വങ്ങളും ഒക്കെ ലഹരിയുടെയും മറ്റ് സാമൂഹ്യ തിന്മകളുടെയൊക്കെ വലയിൽ അകപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കുറച്ചെങ്കിലുമൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ഇങ്ങനെ വായനയിലൂടെയും വിവിധമായ വിനോദ പരിപാടികളിലൂടെയൊക്കെ പറ്റത്തുള്ളൂ. അതിൻ്റെ തുടക്കം, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ അസോസിയേഷൻ്റെ AGHS അലൂമിനി അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഫുട്ബോൾ, ചെസ്, അബാക്കസ്, നീന്തൽ തുടങ്ങിയ പല പരിപാടികളും നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ വായനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നത്. അതിനകത്ത് നമ്മൾ ഒപ്പം ഇരിക്കാം, ഒരുമിച്ച് വായിക്കാം എന്നുള്ളത് കുട്ടികളും കുടുംബാംഗങ്ങളും കൂടെ ഒരുമിച്ച് വായിക്കുന്നൊരു പദ്ധതിയാണ്. അരമണിക്കൂറെങ്കിലും അല്ലെ ഒരു 15 മിനിറ്റ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ രക്ഷിതാക്കളും കൂടെ ഇരുന്ന് അവരോടൊപ്പം വായിക്കുക. പുസ്തകം തിരഞ്ഞെടുക്കുവാൻ രക്ഷകർത്താക്കളോടൊപ്പം സ്കൂളിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികളായ ആദ, വികേഷും സനയും ചേർന്ന് പുസ്തകച്ചില്ലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാര ജേതാവ് മനോജ് അഴീക്കൽ അദ്ദേഹത്തിന്റെ നക്ഷത്രമീനുകൾ എന്ന പുസ്തകം നൽകി വിതരണം ആരംഭിച്ചു. ധാരാളം കുട്ടികളും രക്ഷിതാക്കളും പുസ്തകമെടുക്കുവാൻ സ്കൂളിലെത്തിയിരുന്നു. വർദ്ധിച്ചു വരുന്ന രാസലഹരിയിലും സാമൂഹിക തിന്മകളിൽ നിന്നും പുതുതലമുറയെ അകറ്റി നല്ല വ്യക്തിത്വത്തോടെ വളർന്നു വരാൻ വായനയ്ക്ക് വലിയ പങ്കുണ്ടെന്ന യാഥാർത്ഥ്യം കുട്ടികളോടൊപ്പം കുടുംബാംഗങ്ങളെയും ബോധ്യപ്പെടുത്തുന്നതിനായി കുട്ടികൾക്കൊപ്പം കുടുംബാംഗങ്ങളും വായനയിൽ പങ്കാളികളാകുന്ന ഒപ്പമിരിക്കാം, ഒരുമിച്ച് വായിക്കാമെന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു. സാഹിത്യകാരന്മാർ, ലൈബ്രറി പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി ഓൺലൈൻ പുസ്തക പരിചയം, പുസ്തക ചർച്ച, പുസ്തകാസ്വാദനം എന്നിവയും വരും ദിവസങ്ങളായി സംഘടിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ കഥാവായന, നോവൽ വായന എന്നിവയ്ക്കും തുടക്കമായി. CDNet ന്യൂസ്, ഓച്ചിറ.